അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി H1B വിസക്കാർക്കും ഗ്രീൻ കാർഡ് ഉടമകൾക്കും US സിറ്റിസൺസ് ആയ പ്രവാസികൾക്കും വളരെ അടിയന്തര പ്രാധാന്യമുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ US ടാക്സ് അതോറിറ്റിയായ IRSൽ നിന്നും പുറത്തു വരുന്നത്. നാട്ടിൽ ബാങ്ക് അക്കൗണ്ടുകളോ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളോ വസ്തുവകകളോ ഉള്ള USലെ മലയാളി ടെക് പ്രൊഫഷണലുകളെയും NRI കുടുംബങ്ങളെയും ലക്ഷ്യമിട്ട് IRS ക്രോസ് ബോർഡർ ഓഡിറ്റുകളും ഫാക്ട് പരിശോധനകളും കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ആദായ നികുതി വകുപ്പായ IRSും ഇന്ത്യൻ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള ഓട്ടോമാറ്റിക് ഡേറ്റ വിനിമയ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയതാണ് ഇതിന് പ്രധാന കാരണം. US IT മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവാസി മലയാളികൾ നാട്ടിലുള്ള NRI, NRO അക്കൗണ്ടുകളിലെ പലിശ വരുമാനവും നിക്ഷേപങ്ങളും നിങ്ങളുടെ US ടാക്സ് റിട്ടേണിൽ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് IRS പ്രധാനമായും പരിശോധിക്കുന്നത്. അമേരിക്കയിലെ നികുതി നിയമപ്രകാരം ഒരു വ്യക്തി US ടാക്സ് റെസിഡന്റ് ആണെങ്കിൽ അവർ ലോകത്തെവിടെ നിന്നും നേരിടുന്ന വരുമാനത്തിനും വിദേശത്തുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾക്കും USൽ നികുതി വിവരങ്ങൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. എന്നാൽ പല മലയാളി പ്രവാസികളും നാട്ടിലെ NRI അക്കൗണ്ടിലെ പലിശയ്ക്ക് ഇന്ത്യയിൽ നികുതി ഇളവുള്ളതിനാൽ അത് US ടാക്സ് റിട്ടേണിൽ കാണിക്കേണ്ടതില്ല എന്ന തെറ്റിദ്ധാരണയിലാണ് മുന്നോട്ടു പോകുന്നത്. ഇന്ത്യയിൽ NRI അക്കൗണ്ട് പലിശയ്ക്ക് ഇളവുണ്ടെങ്കിലും US ഇൻകം ടാക്സ് നിയമപ്രകാരം ആ തുക ഗ്ലോബൽ ഇൻകമായി കണക്കാക്കി IRSന് മുൻപിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും രണ്ടു തരം പ്രവാസി റിപ്പോർട്ടിങ്ങുകളാണ് IRS ഇപ്പോൾ കർശനമായ സ്ക്രൂട്ടണി നടത്തുന്നത്. ഒന്നാമത്തേത് FBAR ഫോം 114 ആണ്. ഒരു കലണ്ടർ വർഷത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങളുടെ നാട്ടിലെ എല്ലാ വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലെയും NRI, NRO, ഫിക്സഡ് ഡിപ്പോസിറ്റ്, മ്യൂച്വൽ ഫണ്ട് എന്നിവയിലെയും ആകെത്തുക $10,000 മുകളിലെത്തിയാൽ നിങ്ങൾ നിർബന്ധമായും FBAR ഫയൽ ചെയ്തിരിക്കണം. നിങ്ങളുടെ അക്കൗണ്ടിൽ ലാഭം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നത് FBAR ഫയലിംഗിന് ബാധകമല്ല. $10,000 ബാലൻസ് പരിധി കടന്നാൽ റിപ്പോർട്ടിംഗ് നിർബന്ധമാണ്. രണ്ടാമത്തേത് FATCA ഫോം 8938 ആണ്. അമേരിക്കയിൽ താമസിക്കുന്ന സിംഗിൾ ഫയലേഴ്സ് $50,000 മുകളിലും മാരീഡ് ജോയിന്റ് ഫയലേഴ്സിന് $1,00,000 മുകളിലും വിദേശ സാമ്പത്തിക അസറ്റുകൾ ഉണ്ടെങ്കിൽ ടാക്സ് റിട്ടേണിനൊപ്പം ഫോം 8938 സമർപ്പിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ബാങ്കുകൾ FATCA കരാർ പ്രകാരം US വ്യക്തിയുടെ അക്കൗണ്ട് വിവരങ്ങൾ കേന്ദ്രീകൃതമായി IRSന് കൈമാറുന്നുണ്ട്. അതിനാൽ ഡാറ്റയിൽ ചെറിയൊരു വ്യത്യാസം കണ്ടാൽ പോലും IRS സിസ്റ്റം സ്വയം CP2000 അല്ലെങ്കിൽ ഓഡിറ്റ് നോട്ടീസുകൾ അയച്ചു തുടങ്ങും. ഇതുകൂടാതെ ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്കുകളിലോ നിക്ഷേപമുള്ള മലയാളി പ്രവാസികൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ് PFIC ഫോം 8621 റൂൾസ്. US ടാക്സ് നിയമപ്രകാരം ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ടുകൾ പാസീവ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവയ്ക്ക് USൽ വളരെ ഉയർന്ന പീനിയൽ ടാക്സ് നിരക്കുകളാണ് ഈടാക്കുന്നത്. ഇത് അറിയാതെ പോകുന്ന പല പ്രവാസികൾക്കും പിന്നീട് വൻതുക പിഴയായി അടയ്ക്കേണ്ടി വരുന്നു. IRS നോട്ടീസ് ലഭിക്കുകയോ ഫോറിൻ അക്കൗണ്ട് വിവരങ്ങൾ മറച്ചുവെക്കുകയോ ചെയ്താൽ നേരിടേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. FBAR സമയബന്ധിതമായി ഫയൽ ചെയ്തില്ലെങ്കിൽ അറിവില്ലായ്മ മൂലമുള്ള വീഴ്ചകൾക്ക് പോലും $10,000 പിഴ ഈടാക്കാം. ഇനി മനഃപൂർവ്വം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞാൽ $1,00,000 വരെയോ അല്ലെങ്കിൽ അക്കൗണ്ട് ബാലൻസിന്റെ 50% വരെയോ വലിയ പിഴ ചുമത്താൻ IRSന് അധികാരമുണ്ട്. ഇതിനു പുറമെ വിസ പുതുക്കലിനെയും ഗ്രീൻ കാർഡ് പൗരത്വ അപേക്ഷകളെയും ഇത് പ്രതികൂലമായി ബാധിക്കും. എന്നാൽ മുൻകാലങ്ങളിൽ ഇത്തരം വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയ മലയാളി പ്രവാസികൾ പരിഭ്രാന്തരാകേണ്ടതില്ല. IRS നൽകുന്ന സ്ട്രീംലൈൻ ഫോറിൻ ഓഫ്ഷോർ പ്രൊസീജിയേഴ്സ് പ്രയോജനപ്പെടുത്തി കുറഞ്ഞ പിഴയോടെയോ പിഴയില്ലാതെയോ മുൻകാല ടാക്സ് റിട്ടേണുകൾ തിരുത്തി സമർപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഇന്ത്യയിൽ അടച്ച നികുതിക്ക് USൽ ഫോറിൻ ടാക്സ് ക്രെഡിറ്റ് അഥവാ ഫോം 1116 പ്രയോജനപ്പെടുത്തി ഇരട്ട നികുതി ഭാരം പൂർണ്ണമായി ഒഴിവാക്കാനും സാധിക്കും. അതുകൊണ്ട് അമേരിക്കയിലുള്ള മലയാളി IT ജീവനക്കാരും ബിസിനസ്സുകാരും തങ്ങളുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും നിക്ഷേപങ്ങളും ഒരു അന്താരാഷ്ട്ര ടാക്സ് വിദഗ്ധന്റെയോ CPAയുടെയോ സഹായത്തോടെ കൃത്യമായി പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അമേരിക്കൻ നികുതി നിയമത്തിലെ ഇത്തരം നിർണായകമായ അപ്ഡേറ്റുകളും NRI സാമ്പത്തിക വാർത്തകളും വേഗത്തിൽ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക.